യോഗത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ലൈബ്രറി ഭാരവാഹികൾ, ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മറ്റ് പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ ലൈബ്രറിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഞാൻ ഈ ലൈബ്രറിയിൽ എനിക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്ക് നേരത്തെ പരിചയമുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ലൈബ്രറിയെക്കുറിച്ച് ഇന്ന് രാവിലെ അടക്കം ഞാൻ കടമക്കുടി ഗവൺമെൻറ് സ്കൂളിൽ വായനാ ദിനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ അതിഥി വിനോദ് കൃഷ്ണയാണ്. നയനം ബരേറ്റ അടക്കമുള്ള നോവൽ എഴുതിയ വിനോദ് കൃഷ്ണയാണ് അവിടെ എത്തിയത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് വൈകിട്ട് ഈ ലൈബ്രറിയിലാണ് പ്രോഗ്രാം ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും ഈ ലൈബ്രറിയെക്കുറിച്ചും ഈ ലൈബ്രറിയിലെ പരിപാടികളുടെ പങ്കാളിത്തം, അതുപോലെ തന്നെ സജീവമായിട്ട് പരിപാടികൾ നടത്തുന്ന ലൈബ്രറി എന്നുള്ള രീതിയിൽ ഒട്ടനവധിയായിട്ട് കേൾക്കുന്നൊരു അവസ്ഥ കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ലൈബ്രറി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവിലേക്ക് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നത്. ഒരു യുവാവ് എന്നുള്ള രീതിയിലുള്ള പരിഗണനയുടെ പുറത്താണ് എനിക്ക് എക്സിക്യൂട്ടീവിലേക്ക് വരാൻ കഴിയുന്നത്. നമ്മളിന്ന് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വായന പക്ഷാചരണം ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് തലത്തിൽ ഇന്ന് തൃശ്ശൂർ വെച്ചിട്ട് അതിൻ്റെ സ്റ്റേറ്റ് തല ഉദ്ഘാടനവും, അതിനുശേഷം ഇന്ന് നമ്മളുടെ ഗവൺമെൻറ് ഗേൾസ് സ്കൂള് എറണാകുളത്ത് വെച്ചിട്ട് അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനവും നടക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ സാനുമാഷ് അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ജില്ലാതല ഉദ്ഘാടനം കഴിഞ്ഞു. നമ്മൾ താലൂക്കിനകത്ത് മുഴുവൻ ലൈബ്രറികളിലും ഈ ലൈബ്രറികൾക്കകത്ത് യോഗം നടക്കുന്നത് കൊണ്ട് തന്നെ താലൂക്ക് തലത്തിൽ നമ്മൾ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ ഇതിൻ്റെ സമാപനം താലൂക്ക് തലത്തിൽ നമ്മൾ തെങ്ങോട് വെച്ചിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അറിയാം, PN പണിക്കരുടെ ചരമദിനത്തിൽ തുടങ്ങി നേരത്തെ അധ്യക്ഷ സൂചിപ്പിച്ച പോലെ ദാസേട്ടൻ്റെ ജന്മദിനത്തിൽ, അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന ഒട്ടനവധിയായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ ജന്മദിനവും ചരമദിനവും അതുപോലെ വിമുക്തി ദിനവും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷവും നമ്മളത് ആചരിക്കുകയാണ്. ഏകദേശം 10,000-ഓളം ലൈബ്രറികളിൽ ഇന്ന് ഈ വായന പക്ഷാചരണം നടക്കുന്നു. നമ്മൾ വായനയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു അധ്യാപകൻ പറഞ്ഞു തന്നൊരു വാക്കിലൂടെ തുടങ്ങാം. എൻ്റെ ഹിസ്റ്ററി സാറായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ്. ഒരു ലാറ്റിൻ അമേരിക്കൻ അർജൻറ്റീനൻ ഒരു ഓതറുണ്ട്, ജോർജ് ലൂയിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ലൈബ്രറിയൻ ആയിരുന്നു, അദ്ദേഹം ഒരു സാഹിത്യകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച അനുദിനം നഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലാണ് പറയുന്നത്, നിങ്ങൾക്ക് സ്വർഗത്തിലും ദൈവത്തിലുമൊക്കെ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഇതാണ്, അതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പൊന്നുമില്ല, അതുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷേ അങ്ങനെ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗത്തിൻ്റെ കവാടം എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥശാലയായിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈബ്രറി ആയിരിക്കും. ഒരു വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം അവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ എന്തിനാണ് വായിക്കുന്നത്? പലപ്പോഴും നമ്മൾ നേരിടുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് നിങ്ങൾ വായിക്കുന്നത്? പക്ഷെ നമ്മളോട് ആരും എന്തിനാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെള്ളം കുടിക്കുന്നത് എന്നൊന്നും ആരും ചോദിക്കാറില്ല. കാരണം അതറിയാം, അത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട കാര്യമാണ് ഈ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ള കാര്യമൊക്കെ. അപ്പം അതുപോലെ തന്നെ അത്യാവശ്യമുള്ളൊരു കാര്യം അത് നമ്മളുടെ ശരീരത്തിലല്ല, മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് വായന. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭക്ഷണഭേദമാണ് ഈ പറയുന്ന ഓരോ ഗ്രന്ഥങ്ങളും ഓരോ പുസ്തകങ്ങളും. അപ്പോൾ നമ്മൾ വായിക്കുന്നത് അറിവിന് വേണ്ടിയിട്ട് മാത്രമാണോ? പലപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, വായിക്കുന്നത് അറിവിന് വേണ്ടിയിട്ടാണോ? നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നമ്മൾ വായനാശീലമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെ വെച്ചാൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നത് ലൈബ്രറികളിലല്ല, മറിച്ച് കഴിഞ്ഞ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നത് ജയിലുകളിലാണ്. അപ്പോൾ ജയിലുകളിലുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ ആ പുസ്തകത്തിൻ്റെ ഒരു ആശയം എടുത്ത് അത് പിന്നീട് പ്രസംഗിക്കാനോ അതിനെക്കുറിച്ച് എഴുതാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഷ ശുദ്ധമാക്കാനോ ഒന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും ഈ പറയുന്ന ആളുകൾ പുസ്തകങ്ങൾ വല്ലാത്തൊരു ആഗ്രഹത്തോടു കൂടി അവിടെ വായിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ പറയുന്നത്
ആ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ആ ആളുകൾക്ക് അവരുടെ ഈ പറഞ്ഞ അസ്വാതന്ത്ര്യപ്പെട്ട ആ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി, ആ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതം, ആ ജീവിതം പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഈ പറഞ്ഞ, നമുക്ക് നേരത്തെ നമ്മൾ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാം ഈ പറഞ്ഞ മനുഷ്യരെല്ലാം രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്നവരല്ല. ചിലവർ നമ്മളുടേതായ ഒരു സ്വാർത്ഥമായിട്ടൊരു ലോകത്തിൽ പോകുമ്പോൾ മറ്റു ചിലവർ ഈ പറയുന്ന മുഴുവൻ ലോകങ്ങളിലും ജീവിക്കുന്നവർ, വായനയിലൂടെ കണ്ടെത്തുന്നവരാണ്. അപ്പോൾ ഈ അറിവിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ പറഞ്ഞ പോലെ നമ്മളുടെ വായനയിലൂടെ നമ്മുടെ പെരുമാറ്റം, അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വം, ഒരു സംസ്കാരം, ഇതെല്ലാം അനുഭവിക്കുന്നത് നമ്മൾ വായനയിലൂടെ. നമുക്കറിയാം, നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളിൽ വ്യത്യസ്ത പ്രായക്കാരായിട്ടുള്ള ആളുകളുണ്ട്, വ്യത്യസ്ത വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പുരുഷന്മാർക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഗർഭധാരണം അല്ലെങ്കിൽ ഒരു മാതൃത്വം. അപ്പോൾ ഈ മാതൃത്വം എന്ന് പറയുമ്പോൾ നമ്മൾ പുരുഷന്മാർ നേരിട്ട് അനുഭവിക്കുന്നില്ല, നമ്മളത് അനുഭവിക്കുന്നത് വായനയിലൂടെയാണ്, അല്ലേ? നമ്മൾ ഈ പറഞ്ഞ വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്നുള്ള കവിതയിൽ, ആ കവിതയിൽ നമ്മൾ ആ മാതൃത്വം അനുഭവിച്ചതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ശങ്കരക്കുറുപ്പിൻ്റെ ചന്ദനക്കെട്ടിൽ, അതുപോലെ തന്നെ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്, ഇതെല്ലാം വായിക്കുമ്പോഴാണ് നമ്മൾ ആ മാതൃത്വം, അല്ലെങ്കിൽ ഒരു മാതാവിനോട് നമ്മൾ ഏത് രീതിയിൽ ബഹുമാനിക്കണം, അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ട്. അപ്പം അനുഭവം എന്ന് പറയുമ്പോൾ ഒരു 3 രീതികളാണുള്ളത്. ഒന്ന്, അറിവുണ്ട്. അറിവിന് മേലെ നമുക്ക് അനുഭവമുണ്ട്. അതിനു മേലെയാണ് അനുഭൂതി. അതായത് ഏറ്റവും ആഘാതമുള്ള അനുഭവങ്ങളെയാണ് നമ്മൾ അനുഭൂതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനുഭൂതി നമുക്ക് എപ്പോഴും ലഭിക്കുന്നത് വായനയിലൂടെയാണ്. നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ മഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ, ഹിമാലയത്തിലെ മഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കതിനെ അറിവുള്ളൂ. നമ്മളത് നേരിട്ട് കാണുമ്പോൾ നമുക്കത് അനുഭവമായിട്ട് മാറും. ആ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അതൊരു അനുഭൂതിയായിട്ട് മാറും. അപ്പോൾ ഈ അനുഭൂതി ലഭിക്കുന്നത് നമുക്ക് വായനയിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പഴയ കൃതികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ കുഷ്ഠരോഗം എന്നൊക്കെ പറയുന്നത്, പറഞ്ഞു കേട്ട അറിവില്ല, പണ്ട് അതൊരു മാരകമായിട്ടുള്ള രോഗമാണ്. ആ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആരും ആ രോഗികളെ ശുശ്രൂഷിക്കില്ല, അവരുടെ അടുത്ത് പോകില്ല. ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ദൈവത്തിൻ്റെ കോപമാണ് കുഷ്ഠരോഗം എന്നുള്ള രീതിയിലടക്കം പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ തോപ്പിൽ ബാസിയുടെ ഒരു രചനയുണ്ട്, അശ്വമേധം എന്നുള്ള രചന. ആ രചന വരുമ്പോഴാണ് ഈ കുഷ്ഠരോഗികളോട് അനുകമ്പാപൂർവ്വം പെരുമാറുന്നതിനെക്കുറിച്ച് ആ രചനയിൽ എഴുതി വെക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളുടെ തോട്ടിയുടെ മകൻ എന്നുള്ള നമ്മുടെ തകഴിയുടെ കൃതിയിൽ, അതായത് ഒരു മനുഷ്യൻ്റെ മലം മറ്റൊരു മനുഷ്യൻ ചുമക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറ്റുന്നതിൽ തകഴിയുടെ ആ തോട്ടിയുടെ മകൻ എന്നുള്ള കൃതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേശവദേവിൻ്റെ ഓടയിൽ നിന്ന്. അതായത് പണ്ട് കാലത്ത് മനുഷ്യൻ വലിക്കുന്ന റിക്ഷ, അതിലെ സൈക്കിൾ റിക്ഷ, അതിനുശേഷമാണ് ഓട്ടോറിക്ഷ ആയത്. അപ്പോൾ ഒരു മനുഷ്യൻ വലിക്കുന്ന റിക്ഷയുടെ പുറകിൽ കയറിയിരിക്കുന്നത് അത്ര വലിയ കാര്യമല്ല എന്നുള്ള രീതിയിൽ ആ ഒരു കാലഘട്ടം മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കൃതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നാടിൻ്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കാലത്തിൻ്റെ ഒരു സാംസ്കാരിക മേഖലയിലടക്കം നമ്മളുടെ വായനക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് നമ്മളുടെ ഈ പറഞ്ഞ പോലെ നമ്മളത് ഒരു അനുഭവമാക്കി മാറ്റണം. ഇപ്പോൾ നമ്മളുടെ ഈ വായന പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് PN പണിക്കരുടെ ചരമദിനമാണ്, നമ്മൾ ജൂൺ 19 ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളുടെ കൊച്ചു സാർ എന്നുള്ളൊരു മഹേഷിൻ്റെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ വളരെ വിശദമായിട്ട് തന്നെ നമ്മളൊരു കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളുടെ PN പണിക്കരുടെ ജീവിതകഥ അതിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം 1909 നമ്മളുടെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. പടയണിയൊക്കെ ഉത്സവമായിട്ടുള്ള ആ ഒരു ക്ഷേത്രത്തിനോട്, ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്നാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം ഒരു പ്രൈമറി സ്കൂള് അധ്യാപകനായിട്ട് ജോലി ചെയ്തു. വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പണിക്കർ മാഷ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 16-17 വയസ്സുള്ളൂ. നമ്മൾ പറയുന്ന ഈ കാലഘട്ടത്തിൽ 16 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സുള്ളൊരു മാഷാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ ആർക്കും വായനയും അതുപോലെ എഴുത്തും വായനയൊന്നും അറിയില്ല. അതുപോലെ പുസ്തകങ്ങൾ വായിക്കാനുള്ള എഴുത്തും വായന അറിയാത്തവർക്ക് സ്വാഭാവികമായിട്ട് പുസ്തകങ്ങൾ വായിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം, തൻ്റെ നാട്ടിലുള്ളവരെയെങ്കിലും അക്ഷരം പഠിപ്പിക്കാനും പുസ്തകങ്ങൾ വായിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനൊരു ആഗ്രഹം ഉണ്ടായി. അപ്പം അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്തത്, അദ്ദേഹത്തിന് ഈ പറയുന്ന വീടിനടുത്തുള്ള അമ്പലത്തിൻ്റെ ആൽത്തറയിൽ എല്ലാ ദിവസവും വൈകിട്ടും എല്ലാ ആളുകളൊക്കെ കൂടും.
അവിടെ നാട്ടിലെ പ്രമാണിമാരടക്കം കൂടുമ്പോൾ അദ്ദേഹം നേരെ ആൽത്തറയിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ, ആദ്യം പത്രങ്ങളുമായിട്ട് അദ്ദേഹം ചെല്ലും. അപ്പോൾ അവിടെ ആർക്കും വായിക്കാനൊന്നും അറിയില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്യും? ആ പത്രങ്ങൾ അദ്ദേഹം തന്നെ വായിച്ച് കേൾപ്പിക്കും. അതുപോലെ പുസ്തകങ്ങൾ വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ അത് തുടർച്ചയായി അങ്ങനെ ചെയ്തു വന്നപ്പോൾ അവിടുത്തെ ആളുകൾക്ക് അത് പഠിക്കണമെന്നും അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കണമെന്നും അക്ഷരം പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അവിടെ ഉടലെടുക്കുക. അതവിടെ അത് തുടങ്ങി വെച്ച് അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഈ പറയുന്ന ആൽത്തറയിൽ തന്നെ വന്ന് ചേർന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ആശയം കണ്ടെത്തി, അത് നമുക്കിവിടെ ഒരു ഗ്രന്ഥശാല തുടങ്ങാമെന്നുള്ളൊരു ആശയം അദ്ദേഹം കണ്ടെത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് സാമ്പത്തികമൊന്നുമില്ല, വലിയ സാമ്പത്തികമൊന്നുമില്ല, ചെറിയ തുച്ഛമായിട്ടുള്ള വരുമാനമാണ്. എന്നിട്ട് അദ്ദേഹം ആ നാട്ടിലെ മറ്റു എല്ലാവരെയും കണ്ട് കുറേ പുസ്തകങ്ങളെല്ലാം സംഘടിപ്പിച്ച്, പ്രസാധകരെയെല്ലാം കണ്ട് കുറേ പുസ്തകങ്ങളെല്ലാം സംഘടിപ്പിച്ച് അദ്ദേഹം ഒരു ഗ്രന്ഥശാല, ഒരു സനാതനധർമ്മം എന്നുള്ളൊരു ഗ്രന്ഥശാല അവിടെ ആരംഭിക്കുകയും അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം പിന്നീട് കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് ഏകദേശം 5000-ഓളം ഗ്രാമങ്ങളിൽ അടക്കം സഞ്ചരിച്ചുകൊണ്ട്, അതായത് ഒരൊറ്റ ഗ്രാമത്തിൽ പോലും ലൈബ്രറി ഉണ്ടാവാതിരിക്കരുത് എന്നൊരു ലക്ഷ്യത്തോടു കൂടി സഞ്ചരിച്ച് കഴിഞ്ഞ 50 വർഷക്കാലം ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച PN പണിക്കർ, അതിനുശേഷം 1945 അദ്ദേഹം തിരുവിതാംകൂർ ഗ്രന്ഥ സംഘം എന്നുള്ള രീതിയിൽ അത് തുടങ്ങുകയും പിന്നീട് ആണത് ലൈബ്രറി കൗൺസിലായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിനുവേണ്ടി നിരന്തരമായിട്ട് പ്രയത്നിച്ച ഒരാളാണ് PN പണിക്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചരമദിനമാണ് ജൂൺ 19 നമ്മൾ വായനാ ദിനമായിട്ട് കൊണ്ടാടുന്ന. 1995 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം തൊട്ടടുത്ത വർഷം തന്നെ 96 അത് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിൻ്റെ ആ ചരമദിനം നമ്മുടെ സംസ്ഥാന വായനാ ദിനമായിട്ട് തിരഞ്ഞെടുക്കുകയും അതിനുശേഷം 2017 അത് ദേശീയ വായനാ ദിനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞ ലൈബ്രറി കൗൺസിൽ തുടർച്ചയായിട്ട് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് വായനയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ഇപ്പോൾ ഈ ലൈബ്രറിയിലും മറ്റ് ലൈബ്രറികളിലടക്കം നടത്തി വരികയാണ്. അപ്പോൾ ഈ വായനയുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒത്തുചേരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാവും. ഇപ്പോൾ വായനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂളിൽ സംസാരിക്കുമ്പോഴാണ് പറയുന്നത്, ഒരു കൽപ്പനാ ചൗളയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു കാര്യം ഉണ്ടായി. കൽപ്പനാ ചൗളയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നു. അവിടെ ശാസ്ത്രലോകമായിട്ട് സ്കൂളിൽ നടന്നതാണ്. അപ്പോൾ അതിലൊരു വ്യത്യസ്തമായ ഒരു കാര്യം ഒരു കുട്ടി പറഞ്ഞാണ് അറിയുന്നത്. ആ കുട്ടി അതിൽ സംസാരിച്ചപ്പോഴാണ് നമുക്കറിയാം, കൽപ്പനാ ചൗള ബഹിരാകാശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഏകദേശം 1 കിലോളം ലഗേജ് മാത്രമാണ് അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ മുകളിലേക്ക്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-15 ഗ്രാമോളം ബാക്കിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതെന്തെങ്കിലും എന്താണ് വെക്കണം എന്ന് അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചമ്പക് എന്നൊരു പുസ്തകം ആണ് അതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ചമ്പക് എന്നുള്ള പുസ്തകം ഒരു കുട്ടികളുടെ പുസ്തകമാണ്. അപ്പോൾ അവരെല്ലാവരും അതിശയിച്ചു, എന്താണ് ഈ പുസ്തകത്തിന് ഇത്ര പ്രത്യേകത. അപ്പോൾ ആ ചമ്പക് എന്നുള്ള പുസ്തകം കുഞ്ഞിലെ കൽപ്പനാ ചൗളയ്ക്ക് അവരുടെ അച്ഛൻ വാങ്ങി നൽകിയതാണ്. ആ ചമ്പക്കിൽ ഒരു മൃഗങ്ങളൊക്കെയാണ് അതിലെ കഥാപാത്രങ്ങൾ. ആ മൃഗങ്ങളിലേക്കുള്ള ഒരു കുറുക്കനെ അതിൽ ഒരു സ്പേസ് ഷിപ്പിലാക്കി മുകളിലേക്ക് അയക്കുന്നുണ്ട്. ആ ഒരു കഥയിലാണ് അവർക്ക് സ്പേസിലേക്ക് പോകണം, അല്ലെങ്കിൽ അവർക്ക് ഒരു ബഹിരാകാശ യാത്രികനാവണം എന്നൊരു ആദ്യമായിട്ടൊരു ആഗ്രഹം അവർക്ക് ആ പുസ്തകത്തിനാണ് തോന്നുന്നത്. അതിനോടുള്ള ആ ഒരു വൈകാരികത കൊണ്ടാണ് അവർ ആ പുസ്തകം അന്ന് കൽപ്പനാ ചൗള അതിൽ ആ ലഗേജിൽ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ വായനക്ക് പ്രായമൊന്നുമില്ല, എല്ലാവർക്കും വായിക്കാം. വായനക്ക് ജാതിയോ മതമോ ഒന്നുമില്ല. ഒരു ജനാധിപത്യമായ ഒരു പ്രക്രിയയാണ് വായന. അപ്പോൾ ഈ വായനയിൽ ഇപ്പോൾ ഗാന്ധിജിയുടെ അവസാനത്തെ 6 മാസം കൊണ്ട് ഏകദേശം അദ്ദേഹം 1000-ഓളം പുസ്തകങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഓരോ പുസ്തകങ്ങളെല്ലാം അദ്ദേഹം എടുക്കുമ്പോൾ അതിൽ കുറേ ഗാന്ധിജി അവസാനം വായിച്ച പുസ്തകങ്ങൾ എടുക്കുമ്പോൾ അതിലുള്ളൊരു പുസ്തകമാണ് ജംഗിൾ ബുക്ക്. ആലോചിച്ച് നോക്കും, നമ്മൾ ഗാന്ധിജി എന്നുള്ള ഒരാൾ ആ അവസാന കാലഘട്ടത്തിൽ വായിച്ച ബുക്കിലടക്കം ഈ ജംഗിൾ ബുക്ക് കുട്ടികളുടെ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളുടെ പുസ്തകങ്ങൾ മുതിർന്നവർ വായിക്കുന്നതുകൊണ്ടോ മുതിർന്നവർക്കുള്ള പുസ്തകങ്ങൾ കുട്ടികൾ വായിക്കുന്നതുകൊണ്ടോ ഒന്നുമില്ല. വായന ജനാധിപത്യമായൊരു പ്രക്രിയയാണ്. ആ വായന പരമാവധി എല്ലാം പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ലൈബ്രറി കൗൺസിലിൻ്റെ അടക്കം നമ്മൾ വലിയ ക്യാമ്പയിനുകളുമായിട്ട് ഇപ്പോൾ നമ്മൾ വായന മരിച്ചു എന്നൊരു പൊതുധാരണയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ യുവാക്കൾ വന്നതിന് ശേഷം വായന മരിച്ചു അങ്ങനെ എല്ലാവരും പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മളുടെ കേന്ദ്ര സാഹിത്യ അവാർഡ് ലഭിച്ച അഖിൽ പി ധർമ്മജൻ്റെ പുസ്തകം റാം കെ റൌഫ് ആനന്ദിയുടെ കളക്ഷൻ നോക്കിയപ്പോൾ ഏകദേശം 2.5 ലക്ഷം കോപ്പിയാണ് വിറ്റെഴുതിയിരിക്കുന്നത്. ഏകദേശം 1 കോടിയോളം രൂപയാണ് അതിൻ്റെ ടേൺ ഓവർ വരുന്നത്.
അപ്പോൾ വായന മരിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള പുസ്തകങ്ങളിലെ പതിപ്പിൻ്റെ വിൽപ്പന നമുക്ക് കേൾക്കും. അപ്പോൾ വായന യുവാക്കളിൽ പഴയ കാലത്തേക്കാളും കൂടി എന്ന് തന്നെയാണ് നമ്മൾ നിലവിലെ കണക്കുകൾ അടക്കം പറയുന്നത്. അപ്പോൾ വായന കുറഞ്ഞു എന്ന് തോന്നുന്ന ഒരു ക്യാമ്പയിനാണ് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗത്ത് വായന കുറഞ്ഞു എന്നൊരു ധാരണ നമുക്കുള്ളത് കൊണ്ട് തന്നെ ലൈബ്രറിയിലേക്ക് വന്ന് പുസ്തകങ്ങളെടുത്ത് വായിക്കാനുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ലൈബ്രറി കൗൺസിൽ വായനാ വസന്തം അടക്കം വീടുകളിലേക്ക് പുസ്തകം എത്തിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകളടക്കം ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വായനാപക്ഷ ആചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മളുടെ പ്രദേശത്തിനകത്ത് ഈ ലൈബ്രറി പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലക്കകത്തുള്ള പരമാവധി ആളുകളിലേക്ക് നമുക്ക് വായന എത്തിക്കാൻ വേണ്ടിയിട്ടും ഈ വായനാപക്ഷ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ഞാൻ നേരത്തെ അറിയിച്ചിരുന്നു, എനിക്ക് 6 മണിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. 5 മണിക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ 6 മണിക്ക് അവിടെ എത്തേണ്ടതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി സംസാരിച്ച് പോകുമെന്ന് ഞാൻ നേരത്തെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഔപചാരികമായിട്ട് ഈ വായനാപക്ഷാചരണ ദിവസം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്.